നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിക്കവിടെ. ആ പടി ചവിട്ടരുത്. നീ പ്രസവിച്ച കുട്ടിയാണ് സത്യ. ആണെങ്കിൽ എപ്പോ എവിടെ വെച്ച് പറയടി. അതിനും മറുപടി പറയണം നീ. അതെനിക്ക് പറയാനാവില്ല. തിരുമേനി, ചടങ്ങുകൾ തുടങ്ങട്ടെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? കൊള്ളാം. ഉരല് വന്ന് മദ്ദളത്തോട് സങ്കടം പറഞ്ഞതുപോലെ ഉണ്ട്. മാഷേ, നമ്മുടെ രണ്ടുപേരുടെയും പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരമായി ഇതെന്നാ എനിക്ക് തോന്നുന്നത്. ഒരേ ഒരു വഴി. നമുക്കൊന്നിച്ച് ഒരു തീരുമാനം എടുത്താലോ? അല്പം മുമ്പ് വരെ അപരിചിതരായ ഒരാണും പെണ്ണും ഒരിക്കലും തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ലാത്തൊരു വഴി. ഇതെല്ലാം അവസാനിപ്പിക്കാൻ നമുക്കെല്ലാരെയും ഒരു പാഠം പഠിപ്പിക്കണ്ടേ? എങ്ങനെ? പോലീസിൽ അറിയിക്കണ്ടേ? രാഘവ് സാറ് പറയാതെ എങ്ങനെ? ചോദിക്ക്. പന്തിയല്ല പൊന്നി, അതല്ലേ ഞാനൊരു അക്ഷരം ഉണ്ടാ നിൽക്കുന്നേ. എന്നാലും എത്ര നേരം എന്ന് വെച്ച പിള്ളച്ചേട്ടാ? പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. സത്യാമ്മ ഇത്രയും വലിയൊരു കടുങ്കൈക്ക് മുതിർന്ന സ്ഥിതിക്ക് ജീവനങ്ങ് എടുത്തേക്കാന്ന് വിഷ്ണു കുഞ്ഞിന് തോന്നിയാലോ? ശാലിനി കുഞ്ഞിനെ അമ്പലനടയിൽ വെച്ച് സത്യാമ്മ പറഞ്ഞു വിട്ട സ്ഥിതിക്ക് ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് സാധ്യതയില്ലെന്ന് കുഞ്ഞിന് തോന്നിക്കാണും. നീ എന്തൊക്കെ പെണ്ണി പറയുന്നേ? ദേ, ശ്യാമോളെ വെറുതെ കരയിച്ചു. ഞാൻ കാര്യം പറഞ്ഞത് പിള്ളച്ചേട്ടാ. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ചോദ്യം വരും, കാര്യസ്ഥൻ ഇവിടെ എന്ത് ചെയ്യായിരുന്നെന്ന്. പക്ഷേ സത്യാമ്മോട് പോലും ഒരു വാക്ക് ചോദിക്കാതെങ്ങനെ? സത്യമേ, വിഷ്ണു കുഞ്ഞിനെ പറ്റി വിവരം എന്തെങ്കിലും? നിക്കവിടെ.
പടി ചവിട്ടെടുത്ത് നീ. രാഘവനാരാ പറയുന്നേ? ഹലോ ഹലോ ചേടാ, ഇതാരാണാവോ നമ്മളെപ്പോലെ വേറൊരു കഥാപാത്രം? ചാവാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന തോന്നേ, അത് ഈ വേഷത്തില്. ലക്ഷണം കണ്ടിട്ട് തീരുമാനിച്ചുറപ്പിച്ചതാണ്. സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഒന്ന് പെട്ടെന്നായിക്കോട്ടെ, ഞാനിവിടെ വെയിറ്റിംഗാ. അടുത്ത് വരരുത്. ഇപ്പൊ ചാടി ഞാൻ. ചാടണം. ചാടിച്ചാവാനാണല്ലോ നമ്മൾ രണ്ടുപേരും വന്നേ. പക്ഷെ ചെറിയൊരു സംശയമുണ്ട്. ഈ ചാടിയിട്ട് ചാവാതെ കഴുത്തൊടിഞ്ഞ് ജീവൻ ശേഷിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ? താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്നെ കണ്ടിട്ട് ഞാനിവിടെ തമാശ കാണിക്കാൻ വന്ന നിൽക്കാന്നാ തനിക്ക് തോന്നേ? ചാവാൻ ഉറപ്പിച്ച് തന്നെ ഇങ്ങോട്ട് വന്നത്. കഴുത്തൊടിഞ്ഞ് കിടക്കൊന്നുമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.